welcome back to Faiha's recipe. Faiha's recipe-യിലെ ഒരു അടിപൊളി റെസിപ്പിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു കിടക്കാച്ചി മീൻ കറി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാപ്പാലും ചെമ്മീനും മാങ്ങയും എല്ലാം ഇട്ടിട്ടുള്ള ഒരു നാടൻ സ്റ്റൈലിലുള്ള ഒരു ചെമ്മീൻ കറിയാണ് ഇവിടെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു കറിയിലോട്ട് ഞാൻ ആദ്യം തന്നെ ഒരു നാളികേരത്തിൻ്റെ പാൽ ഏകദേശം 5 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഏത് പാത്രത്തിലാണോ കറി ഉണ്ടാക്കുന്നത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇതിലോട്ട് ഏകദേശം ഒരു 5 കപ്പോളം വെള്ളമാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാനിതിലോട്ട് ഒരു എരിവുള്ള മുളക് പൊടി ഒരു 3/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മസാലപ്പൊടികളുടെ അളവൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പൈസിനനുസരിച്ച് കുറച്ച് കൂട്ടുകയൊക്കെ ചെയ്യാം. ഒരു 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂണോളം കാശ്മീരി റെഡ് ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ളി ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടയൊന്നും പിടിക്കാത്ത രീതിയിൽ ഈ മസാലപ്പൊടികളെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാനിതിലോട്ട് ഒരു 3 അല്ലി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ചെറിയുള്ളിയാണ്. ഏകദേശം ഒരു 8 ചെറിയുള്ളി പോലും ഞാൻ നന്നായിട്ട് ചതച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയും അതുപോലെ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഒരു 350 ഗ്രാം ചെമ്മീനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ കറിയെല്ലാം നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ ഇതിനെ കുക്ക് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഇവിടെ ചാറെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന മാങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ചെനച്ച മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് മധുരമില്ലാത്ത എന്നാൽ അത്യാവശ്യം പുളിയുള്ള ഈ ഒരു മഞ്ഞ നിറത്തിലുള്ള മാങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഏകദേശം 2 മീഡിയം സൈസുള്ള മാങ്ങ എടുത്തിട്ടുണ്ട്. അതിലിതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു 10-15 മിനിറ്റും കൂടെ ഈ മാങ്ങയെല്ലാം നന്നായിട്ട് കുക്കായി വരുന്ന സമയം വരെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒന്നും കൂടെ കുക്ക് ചെയ്തെടുക്കണം. ഇതിൻ്റെ കൂടെ ഞാനൊരു 4 പച്ചമുളകും കൂടെ നെടുകെ കീറിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ചെമ്മീനും മാങ്ങയെല്ലാം നന്നായിട്ട് കുക്കായി വന്ന് എണ്ണ എല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ആ ഒരു തേങ്ങാപ്പാലിൽ നിന്നുള്ള എണ്ണ എല്ലാം നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വറവിട്ടെടുക്കുക മാത്രമേ വേണ്ടുള്ളൂ. അതും കൂടെ ചെയ്ത് കൊടുത്താൽ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ ചൂടായി വന്ന പാനിലോട്ട് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഏകദേശം ഒരു 5-6 ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഞാനിതിലോട്ട് ഒരു നുള്ളു ഉലുവ വറുത്ത് പൊടിച്ചും അതുപോലെ ഒരു നുള്ളു കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലായിട്ട് വെക്കണം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 2 വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക. അതുപോലെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ പൊട്ടിച്ചതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മുടെ ചെമ്മീൻ കറിയിലോട്ട് ഈ ഒരു കാച്ചിയത് ഒഴിച്ച് കൊടുക്കുക. കാച്ചിയത് ഒഴിച്ച് കൊടുത്ത് ഒരു 10 മിനിറ്റെങ്കിലും ആ ഒരു കാച്ചിയതിൻ്റെ ഫ്ലേവർ മൊത്തത്തിൽ ആ ഒരു ചെമ്മീൻ കറിയിലോട്ട് എത്താൻ വേണ്ടി നമുക്ക് നന്നായിട്ടൊന്ന് അടച്ച് വെക്കുക. ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റോളം അടച്ച് വെച്ചതിന് ശേഷം സെർവ് ചെയ്യുമ്പോഴേക്ക് നമ്മുടെ ആ ഒരു കൺസിസ്റ്റൻസി അതുപോലെ ഫ്ലേവറൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടാവും. നമ്മുടെ ഈ ഒരു ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സാധാ ചോറിൻ്റെ കൂടെ അതുപോലെ ചപ്പാത്തി അതുപോലെ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ചെമ്മീൻ കറിയാണ്. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.